റഷ്യൻ അധിനിവേശത്തിനെതിരെ അന്താരാഷ്ട്ര പിന്തുണ തേടി ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്ന ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്ക് അടുത്ത കാലത്തായി നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നയതന്ത്ര തിരിച്ചടികളിൽ ഒന്നാണ് ബാൽക്കൺ മേഖലയിൽ ഉടലെടുത്തിരിക്കുന്ന പുതിയ പ്രതിസന്ധി. കൊസോവോയുടെ പരമാധികാരത്തെയും സ്വതന്ത്ര രാജ്യ പദവിയെയും അംഗീകരിക്കാൻ ഉക്രൈൻ വിസമ്മതിച്ചതാണ് മേഖലയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് വഴിമരുന്നിട്ടത്. വർഷങ്ങളായി യുക്രൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന ഒരു പ്രദേശത്ത് പെട്ടെന്നുണ്ടായ ഈ മനോഭാവ മാറ്റം കീവിന്റെ നയതന്ത്ര മുൻഗണനകളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു. സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുച്ചിച്ചും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ അടുത്തിടെ നടന്ന കൂടിക്കാഴ്ചയാണ് നിലവിലെ പ്രക്ഷോഭങ്ങളുടെ ഉത്ഭവ കേന്ദ്രം. ഈ കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര നിയമങ്ങളും രാജ്യങ്ങളുടെ പ്രാദേശിക അഖണ്ഡതയും മാനിക്കുന്നു എന്ന് വ്യക്തമാക്കിയ സെലൻസ്കി കൊസോവോയുടെ വിഷയത്തിൽ യുക്രൈൻ മുൻപ് സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ലെന്ന് ആവർത്തിച്ചു. 2008 സെർബിയയിൽ നിന്ന് വേർപെട്ട് കൊസോവോ ഏകപക്ഷീയമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അംഗീകരിക്കില്ലെന്ന കടുപ്പമേറിയ നിലപാടാണ് കീവ് ഇപ്പോഴും തുടരുന്നത്. സെലൻസ്കിയുടെ ഈ നിലപാട് പരസ്യമായതോടെ അർമേനിയയുടെ തലസ്ഥാനമായ തിരാനയിൽ അതിശക്തമായ ജനരോഷമാണ് അണപൊട്ടിയൊഴുകിയത്. ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തിരാനയിലെ തെരുവുകളിൽ ഇറങ്ങുകയും യുക്രൈൻ പ്രസിഡന്റിനെതിരെ കടുത്ത ഭാഷയിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. അൽബേനിയയിൽ ആരംഭിച്ച ഈ ഭൗമരാഷ്ട്രീയ പ്രതിഷേധ തരംഗം തൊട്ടടുത്തുള്ള കൊസോവോയുടെ തലസ്ഥാനമായ പ്രിസ്റ്റിനയിലേക്കും വളരെ വേഗത്തിൽ പടർന്നു പിടിച്ചു. വർഷങ്ങളായി ഉക്രൈന് പിന്തുണ പ്രഖ്യാപിച്ച് പ്രിസ്റ്റിനയിലെ പ്രമുഖ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന കൂറ്റൻ പ്രോ ഉക്രൈൻ ബാനർ കൊസോവോ അധികൃതർ ഉടനടി നീക്കം ചെയ്തു. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തെ ഇത്രയും നാൾ പൂർണ്ണ മനസ്സോടെ പിന്തുണച്ച ഒരു ജനതയുടെ പരമാധികാരത്തെ തള്ളിപ്പറഞ്ഞതിലുള്ള കടുത്ത പ്രതിഷേധ സൂചകമായിരുന്നു ഈ നടപടി. ഈ സംഭവ വികാസം കീവിനെ വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിനായി പോരാടുന്ന ഉക്രൈൻ അതേ പോരാട്ടം നടത്തുന്ന കൊസോവോയുടെ പരമാധികാരം അംഗീകരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അൽബേനിയയിലെയും കൊസോവോയിലെയും ജനങ്ങളും ഭരണാധികാരികളും കീവിൽ നിന്ന് പരസ്പര ഐക്യദാർഢ്യം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ലഭിച്ച പ്രതികരണം കടുത്ത നിരാശ മാത്രമാണ് സമ്മാനിച്ചത്. ഈ വിഷയത്തിൽ ഉക്രൈൻ നേരിടുന്ന ആന്തരികവും ബാഹ്യവുമായ വൈരുദ്ധ്യങ്ങൾ വളരെ വലുതാണ്. ഒരേ സമയം റഷ്യൻ അധിനിവേശത്തെ ചെറുക്കുകയും അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ സ്വന്തം രാജ്യത്തിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യതയും സെലൻസ്കിക്കുണ്ട്. കൊസോവോയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചാൽ അത് ക്രിമിയ, ഡൊണെറ്റ്സ്ക്, ലുഹാനസ്ക തുടങ്ങിയ തങ്ങളുടെ ഭൂപ്രദേശങ്ങൾ റഷ്യ കൂട്ടിച്ചേർത്ത നടപടിയെ പരോക്ഷമായി സാധൂകരിക്കാൻ റഷ്യ ഉപയോഗിച്ചേക്കാമെന്ന ഭയമാണ് കീവിനെ പിന്തിരിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഭൂപ്രദേശങ്ങളുടെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുക എന്നത് ഉക്രൈന്റെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമാണ്. ഒരു രാജ്യം അതിന്റെ ഒരു ഭാഗം ഏകപക്ഷീയമായി സ്വതന്ത്രമാക്കുന്നതിനെ പിന്തുണച്ചാൽ സ്വന്തം രാജ്യത്തെ റഷ്യൻ അധിനിവേശത്തെ എതിർക്കാനുള്ള ഉക്രൈന്റെ ധാർമ്മിക അടിത്തറ തകരുമെന്ന് കീവിലെ നയതന്ത്രജ്ഞർ കണക്ക് കൂട്ടുന്നുണ്ട്. മറുവശത്ത് കൊസോവോ നിവാസികളെയും അൽബേനിയൻ വംശജരെയും സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് സ്വന്തം വംശീയ ഐഡന്റിറ്റിയുടെയും ചരിത്രപരമായ നീതിയുടെയും വിഷയമാണ്. സെർബിയൻ അടിച്ചമർത്തലുകളിൽ നിന്ന് ദീർഘകാലത്തെ പോരാട്ടത്തിന് ശേഷം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കൊസോവോയെ ലോകത്തിലെ പ്രമുഖ പാശ്ചാത്യ ശക്തികളെല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ ഭൗമരാഷ്ട്രീയ തർക്കത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് സെർബിയയും റഷ്യയുമാണ്. ബാൽക്കൺ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുച്ചിച്ചിന് ഉക്രൈന്റെ ഈ നിലപാട് വലിയൊരു രാഷ്ട്രീയ വിജയമാണ്. റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സെർബിയ കൊസോവോയെ തങ്ങളുടെ പ്രദേശമായി തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. ബാൽക്കൺ മേഖലയിലെ വംശീയവും നയതന്ത്രപരവുമായ ഭിന്നതകൾ ആഗോളതലത്തിലും പ്രകമ്പനമുണ്ടാക്കുന്നുണ്ട്. ഉക്രൈന് പണവും ആയുധവും നൽകി സഹായിക്കുന്ന ഭൂരിഭാഗം പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കൊസോവോയെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചവയാണ്. ബാൽക്കണിൽ ഉയർന്നു വന്ന ഈ പുതിയ അസംതൃപ്തി വരും ദിവസങ്ങളിൽ ഉക്രൈന് നയതന്ത്ര തലത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. യൂറോപ്പിലെ ചെറു രാജ്യങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും പിന്തുണ നഷ്ടപ്പെടുന്നത് ആഗോളതലത്തിൽ പൊതുജനാഭിപ്രായം ഉക്രൈൻ അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളെ ബാധിച്ചേക്കാം. ഈ സങ്കീർണമായ സാഹചര്യം ഉക്രൈൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത്. ഒരു വശത്ത് തങ്ങളുടെ പ്രാദേശിക അഖണ്ഡത കാത്തു സൂക്ഷിക്കാനുള്ള തത്വാധിഷ്ഠിത നിലപാടും
മറുവശത്ത് ജനാധിപത്യ രാജ്യങ്ങളുടെയും ബാൽക്കൺ മേഖലയിലെ ജനങ്ങളുടെയും പിന്തുണ നിലനിർത്താനുള്ള ആവശ്യകതയും സെലൻസ്കിയെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. തങ്ങളുടെ പോരാട്ടത്തിൽ പരമാവധി രാജ്യങ്ങളുടെ രാഷ്ട്രീയവും ധാർമ്മികവുമായി പിന്തുണ ആവശ്യമുള്ള ഈ ഘട്ടത്തിൽ ബാൽക്കൺ മേഖലയിലെ സുഹൃത്തുക്കളെ പിണക്കുന്നത് ഉക്രൈന് ഒട്ടും അഭികാമ്യമല്ല. പ്രിസിനയിലെയും തിരാനയിലെയും ജനങ്ങളോടുള്ള രോഷം തണുപ്പിക്കാനും അതേസമയം തങ്ങളുടെ നിലപാടിലെ ന്യായീകരണം ലോകത്തെ ബോധ്യപ്പെടുത്താനും ആസൂത്രിതമായ നയതന്ത്ര ഇടപെടലുകൾ നടത്താൻ കീവ് നിർബന്ധിതരാകും. റഷ്യൻ യുദ്ധത്തിന്റെ ഭീതിക്കിടയിലും അതിർത്തികൾക്കപ്പുറത്തുള്ള ഇത്തരത്തിലുള്ള വംശീയവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരുന്നത് ഉക്രൈന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന് വലിയൊരു പരീക്ഷണമാണ്. ഒരു ഭാഗത്ത് സെർബിയയെ പ്രകോപിപ്പിക്കാതിരിക്കുകയും മറുഭാഗത്ത് അൽബേനിയൻ ജനതയുടെ വികാരം മാനിക്കുകയും ചെയ്യുക എന്നത് വരും ദിവസങ്ങളിൽ കീവിന് എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. കോസോവോ വിഷയം ഉക്രൈന്റെ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു അധ്യായമായി മാറിക്കഴിഞ്ഞു. ഈ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധി വരും ദിവസങ്ങളിൽ ബാൽക്കൺ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെയും യുക്രൈന് ലഭിക്കുന്ന അന്താരാഷ്ട്ര പിന്തുണയുടെ വ്യാപ്തിയെയും ഏതു രീതിയിൽ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.